ഹലോ ഫ്രണ്ട്സ് നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കുന്ന നെയിം ചീപ്പിൽ എങ്ങനെയാണ് നമുക്ക് ഡൊമൈൻ വാങ്ങുന്നത്, ഹോസ്റ്റിംഗ് വാങ്ങുന്നത്. സോ നമുക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. സോ വിൽ യൂസ് ഷെയർഡ് ഹോസ്റ്റിംഗ്. സോ ഷെയർഡ് ഹോസ്റ്റിങ്ങിനകത്ത് നമ്മൾ നമ്മുടെ വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യുന്നതാണ്. സോ നമുക്കിപ്പോൾ ഷെയർ ഹോസ്റ്റിങ്ങിനകത്ത് വരുവാണെങ്കിൽ നമുക്ക് ഒരുപാട് പ്ലാൻസ് ഉണ്ട്. സോ ഇയർലി മന്ത്ലി പ്ലാൻസ് ആർ ദെയർ. സോ നമുക്ക് 100 rupees അറൗണ്ടിൽ തന്നെ 20 GB 3 വെബ്സൈറ്റ് ഫ്രീ ഡൊമൈൻ എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. സോ അൺമീറ്റേഡ് ബ്രാൻഡ് വിത്ത് ഫ്രീ വെബ്സൈറ്റ് SSL ഫ്രീ SSL അങ്ങനത്തെ ഒരുപാട് സെക്ഷൻസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതേ പർട്ടിക്കുലർ പാക്കേജിൻ്റെ കൂടെ തന്നെ. ആൻഡ് നിങ്ങൾക്ക് ഒരു 20 GB SSD കിട്ടും. 3 വെബ്സൈറ്റ് വരെ നമുക്ക് ഇതിനകത്തോട്ട് ഹോസ്റ്റ് ചെയ്യാൻ പറ്റും. സോ വെൻ ഐ ഗോ ഫോർ ദ മന്ത്ലി കോസ്റ്റ് ഇറ്റ്സ് അറൗണ്ട് 200 സംതിങ്. വെൻ ഐ ഗോ ഫോർ ദ ഇയർലി ഇറ്റ്സ് ലൈക്ക് 109 rupees. സോ ഭയങ്കര ചീപ്പാണ്. സോ അറൗണ്ട് 1,300 അറൗണ്ട് വരും. 1300 പിന്നെ അതേപോലെ തന്നെ പ്രൈവസി പ്രൊട്ടക്ഷൻ, ഓട്ടോമാറ്റിക് SSL, 30 days money back guarantee also they give. So it's a good one to start to learn. Actually if you wanted to learn digital marketing നിങ്ങൾ പഠിക്കാൻ നോക്കുകയാണെങ്കിൽ ഒരു വെബ്സൈറ്റ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ടു ഗെറ്റിംഗ് എ വെബ്സൈറ്റ്, ഗുഡ് ക്വാളിറ്റി വെബ്സൈറ്റ് വിത്തിൻ എ ലോവസ്റ്റ് കോസ്റ്റ്, ഐ പ്രിഫർ ടു ഗോ ആൻഡ് ബൈ ഫ്രോം Namecheap. സോ നമുക്കൊരു പർച്ചേസ് ചെയ്യുന്ന പ്രോസസ്സ് നോക്കാം. സോ ഫസ്റ്റ് ന്യൂ ഡൊമൈനിന് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പോവാണ്. ക്ലിക്ക് ഓൺ ദ ന്യൂ ഡൊമൈൻ. സോ ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ഡൊമൈൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ബട്ട് ഐ എം ജസ്റ്റ് ഷോയിങ് ഇൻ ദിസ് വീഡിയോ ലൈക്ക് എങ്ങനെ നമുക്കൊരു പുതിയ ഡൊമൈൻ പർച്ചേസ് ചെയ്യാൻ പറ്റും. സോ ന്യൂ പർച്ചേസിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിവിടെ എന്താണ് ഡൊമൈൻ വാങ്ങാൻ പോകുന്നത് ആ ഡൊമൈൻ നെയിം നമ്മളിവിടെ ഫൈൻഡ് ചെയ്യണം, നമ്മൾ സെർച്ച് ചെയ്യണം. സോ വാട്ട് എവർ ദ ഡൊമൈൻ വി വാണ്ടഡ് ടു ബൈ we can search that thing here. So നമുക്കിവിടെ നോക്കാം ഏതാ ഡൊമൈൻ നിങ്ങൾക്ക് വേണ്ട. യു ക്യാൻ സീ ദാറ്റ് ഐ ജസ്റ്റ് റൂബി ഗോൾഡ് വെബ്സൈറ്റ്. ദിസ് ഈസ് എ ഫ്രീ ഡൊമൈൻ ആണ്. ഇവരുടെ കൂടെ വരുന്ന ഈ ഓപ്ഷൻ്റെ കൂടെ തന്നെ കിട്ടുന്ന ഫ്രീ ഡൊമൈന്. ഈവൻ ഇപ്പോൾ ഞാൻ .com എല്ലാം പോവുകയാണെങ്കിൽ ഐ നീഡ് ടു പേ അറൗണ്ട് 700-800 rupees. ബട്ട് ഫോർ ദ ലേണിംഗ് പർപ്പസ് യു ക്യാൻ ഓൾവേസ് ഗോ വിത്ത് ദ ഫ്രീ വെബ്സൈറ്റ് ഓൺലി. സോ നമ്മൾ ബേസിക്കലി ഒരു ലേണിംഗ് പർപ്പസിന് വേണ്ടിയാണ്. സോ ഐ ഓൾവേസ് റെക്കമെൻഡ് എവറി സ്റ്റുഡൻറ്റ് ടു ഗോ ആൻഡ് ബൈ ദിസ് ഇഫ് യു വാണ്ടഡ് ടു ലേൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ദെൻ യു ക്ലിക്ക് ഓൺ ദ ആഡ് ടു കാർട്ട്. ആൻഡ് വെൻ യു ക്ലിക്ക് ഓൺ ദ ആഡ് ടു കാർട്ട് ഇത് ഓട്ടോമാറ്റിക്കലി നമുക്ക് നെയിംചീപ്പിൻ്റെ സെക്കൻഡ് സ്റ്റേജിനകത്തോട്ട് കൊണ്ടുപോകും. ഇപ്പോഴത്തെ സിനാരിയോയിൽ നമ്മൾ ഫ്രീ ഡൊമൈൻ ആണ് സെലക്ട് ചെയ്തേക്കുന്നത്. പിന്നെ ഒരു കൊല്ലത്തേക്ക് ഹോസ്റ്റിംഗ് ആണ് വിച്ച് കോസ്റ്റ് യു അറൗണ്ട് 300 സംതിങ്. ആൻഡ് അത് കൂടാതെ തന്നെ നമുക്ക് വോയിസ് ഗാർഡ് ഫ്രീ ഉണ്ട്, പ്രീമിയം DNS ഫ്രീ ആണ് ഫോർ ദ ലൈഫ് ടൈം. സോ ഇതാണ് ഓവറോൾ നമ്മുടെ ഒരു പാക്കേജ് വരുന്നത്. സോ when everything is looks fine you can just move to the confirm order. So ഇപ്പം ഇതിനകത്ത് വേറെ നമുക്കൊന്നും അടുത്ത സാധനമൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. എവറിത്തിങ് എൽസ് നമ്മൾ ഫ്രീ ആയിട്ടായിരിക്കും ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. ലൈക്ക് ഇപ്പം വേർഡ് പ്രസ് ആണെങ്കിൽ ഫ്രീ ആണ്. സോ വി ഡോണ്ട് വാണ്ട് വേർഡ് പ്രസ്. ആൻഡ് വെബ് ഹോസ്റ്റിംഗ് ഓൾറെഡി നമ്മളിത് വാങ്ങി, സ്റ്റെലർ ഹോസ്റ്റിംഗ് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ആൻഡ് പോസിറ്റീവ് SSL ഈസ് എ പെയ്ഡ് SSL. സോ നിങ്ങൾക്കിപ്പം വേണമെങ്കിൽ അതും വാങ്ങാം. സോ ഇഫ് യു വാണ്ട് or it's fine that it's an email hosting if you want like custom email. So നിങ്ങൾക്ക് ഓൾറെഡി നമുക്ക് ഹോസ്റ്റിംഗ് വഴി ഒരു കസ്റ്റം ഇമെയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് കൂടാതെ സെപ്പറേറ്റ് വാങ്ങണമെങ്കിൽ നിങ്ങൾക്കത് ഇമെയിൽ വാങ്ങാൻ പറ്റും. ബട്ട് ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ഫോർ ബൈങ് എനിത്തിങ് എൽസ് അതർ ദാൻ ദ ഡൊമൈൻ ആൻഡ് ഹോസ്റ്റിംഗ്. സോ ലെറ്റ്സ് ക്ലിക്ക് ഓൺ ദ കണ്ടിന്യൂ. സോ ഇനിയിപ്പോൾ നെക്സ്റ്റ് സ്റ്റേജിനകത്ത് നമുക്ക് ഒന്നെങ്കിൽ ലോഗിൻ ചെയ്യാൻ വരും. ഇപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ടെങ്കിൽ ലോഗിൻ ചെയ്യുക, അല്ലെങ്കിൽ നമുക്കൊരു പുതിയ ക്രിയേറ്റ് അക്കൗണ്ട് ചെയ്യാം. സോ സ്റ്റെപ്പ് വെരി സിമ്പിളാണ്. അതുകൊണ്ട് ഞാൻ ഇതിനെ ഭയങ്കര ഷോർട്ടായിട്ട് തന്നെ ക്ലിയർ ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിനകത്തോട്ട് ഞാൻ പോവുകയാണ്. സോ യു നീഡ് ടു ജസ്റ്റ് ക്രിയേറ്റ് യുവർ നെയിം, യു നീഡ് ടു ഗിവ് യുവർ പാസ്വേഡ്, കൺഫർമേഷൻ, ഓൾ ദോസ് തിങ്സ്. ഇമെയിൽ ID എല്ലാം വെച്ചിട്ട് വെരി ബേസിക് ആണ്. നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് മാത്രം സെറ്റപ്പ് ചെയ്യണം. സോ വൺസ് അക്കൗണ്ട് ഈസ് റെഡി ആയി കഴിഞ്ഞാൽ എന്താ ചെയ്യുക, പർച്ചേസ് സെക്ഷനകത്തോട്ട് നമ്മൾ വരും. സോ ഇവിടെ ബേസിക്കലി ഫോക്കസ് ചെയ്യേണ്ടത് വാട്ട് എവർ യു ഗിവ് ഹിയർ അത് നിങ്ങൾ ഓർത്ത് വെക്കണം. ബിക്കോസ് ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻ്റ് ആണ്, മറക്കാൻ പാടില്ല. സോ ലേറ്റർ ഓൺ നിങ്ങൾക്ക് ഇതിനകത്ത് ലോഗിൻ ചെയ്യേണ്ടത് ഈ പർട്ടിക്കുലർ യൂസർ നെയിമും പാസ്വേഡും വെച്ചിട്ടാണ്. സോ അത് മേക്ക് ഷുവർ ചെയ്യണം, നിങ്ങൾ മറക്കാതിരിക്കണം. സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് സ്റ്റേജ്. ആൻഡ് just for filling the name or all those section, let's fill something, and then we will move to next stage. So let's give some name and let's okay. So I just cut sort the things. I just move to the next stage. So where they will ask like which product you need to select, all those section. So അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് fill the address എല്ലാം ഞാൻ ഫിൽ ചെയ്ത് അത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ പർച്ചേസ് സെക്ഷനകത്തോട്ട് വന്നു. സോ ഹിയർ ഐ ആം ഏബിൾ ടു ഗെറ്റ് ദ പ്രോഡക്റ്റ് ഫോർ 1,318. ഇവിടെ ഒരു പ്രശ്നമുള്ളൂ, യു ക്യാൻ ഓൺലി പേ ത്രൂ ക്രെഡിറ്റ് കാർഡ് ഓർ പേപാൽ വിച്ച് ഇസ് ലൈക്ക് എന്നാൽ ഇൻ്റർനാഷണൽ പേയ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യുന്ന കാർഡ് വെച്ചിട്ട് നിങ്ങൾക്ക് പേ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഫോർ ബൈയിങ് എ Namecheap account you require that thing. And so now let's click on the pay now button. സോ ഇത്ര രൂപയാണ്, $17 ആയിരിക്കും നമ്മളോട് ചാർജ് ചെയ്യാൻ പോകുന്നത്, അറൗണ്ട് $17.28. സോ ഇവിടെ നമ്മൾ പേ നൗ. സോ ഓട്ടോമാറ്റിക്കലി ഇതിപ്പം പർച്ചേസ് ചെയ്യാണ് ഡൊമൈന്. സോ ഇറ്റ്സ് എ വെരി സിമ്പിൾ. ഡൊമൈൻ വിൽ ബി ഗെറ്റ് പർച്ചേസ്ഡ് ആൻഡ് യു ക്യാൻ സീ ദാറ്റ് ദ നെക്സ്റ്റ് സ്റ്റേജ്.
ഇവരിപ്പം ഒരു ഫീഡ്ബാക്ക് ചോദിക്കുകയാണ്. ഇഫ് യു വാണ്ടഡ് ടു ഗിവ് യു ക്യാൻ ഗിവ് എ ഫീഡ്ബാക്ക് ഓർ യു ക്യാൻ ജസ്റ്റ് ക്ലോസ് ഇറ്റ് ഡൗൺ, ലെറ്റ് ഗിവ് എൻ എ സ്മോൾ ഫീഡ്ബാക്ക് ആൻഡ് ലെറ്റ്സ് മൂവ് ഓൺ. So I just 10 and all the 5 star I have just given, and let's move to next. They will ask, do you want some comment? I just give awesome. So let's type awesome and let's done. ഇത്രേ ഉള്ളൂ ഡിഫറെൻറ്റ് സെക്ഷൻ, ഒരു ബേസിക് സെക്ഷൻ നമ്മൾ കൊടുത്തു. ഇനിയിപ്പം നമുക്കിവിടെ മാനേജ് സൈറ്റ് ഫ്രീ എവറിത്തിങ് യു ക്യാൻ സീ ഓൾ ദോസ് സെക്ഷൻ വിൽ ബി given here. So നമ്മുടെ domain purchase ആയി. It's a very simple task. So now you own a domain and hosting, and ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിനകത്ത് how we go and do all those things. You can see that you can manage your domain from that, and അതേ ടൈമിൽ നിങ്ങൾക്ക് ഒരു മെയിലും വരും. So you will see that all the mail from Namecheap, and you can see that details about your purchase, all those sections will be here, and at the same time you will be seeing that other details. So ഡൊമൈൻ പർച്ചേസ് ചെയ്യുമ്പം എല്ലാം ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ തന്നെ കാണുന്നതാണ്. സോ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റേജിനകത്ത് നമ്മൾ വരുവാണെങ്കിൽ നമുക്കിവിടെ പ്രൊഫൈലിനകത്ത് നമുക്ക് മെസ്സേജ് കാണാം. സോ സെയിം മെസ്സേജാണ് നമുക്ക് മെയിലിൽ വന്നത്, സെയിം മെസ്സേജ് തന്നെയായിരിക്കും ഇവിടെയും വരുന്നത്. സോ ലെറ്റ്സ് കട്ട് ഷോർട്ട് ആൻഡ് ലെറ്റ്സ് ഡാഷ്ബോർഡ് ആൻഡ് ഡൊമൈൻ ലിസ്റ്റ്. ഓൾ ദ ഡൊമൈൻ പർച്ചേസ് ചെയ്തെല്ലാം ഡൊമൈൻ ലിസ്റ്റിനകത്ത് വരും. എക്സ്പയർ ആവുന്ന സാധനം എക്സ്പയറിനകത്ത്, പ്രൊഡക്റ്റ് ലിസ്റ്റ് വരും, വാട്ട് എവർ ദ പ്രൊഡക്ട്സ് ആർ ദെയർ. സോ ഓൾ ദ ഇൻഫോർമേഷൻ വിൽ ബി ഷോൺ ഹിയർ. ഓക്കെ, സോ നമുക്ക് SSL സർട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്യാം. സോ യു വിൽ ഗെറ്റ് എ ഫ്രീ SSL സർട്ടിഫിക്കേഷൻ വിച്ച് യു ക്യാൻ ഇൻസ്റ്റാൾ. അപ്പോൾ പെയ്ഡ് പർച്ചേസ് ചെയ്താൽ യു വിൽ ബി ഏബിൾ ടു സീ ദോസ് പെയ്ഡ് SSL സർട്ടിഫിക്കേഷൻസ് ഹിയർ, ആൻഡ് ദെൻ യു ക്യാൻ ഇൻസ്റ്റാൾ ദോസ് ഇൻ ടു യുവർ സൈറ്റ്. സോ ഇപ്പോൾ ആ പ്രോസസ്സ് ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. ഐ എം ജസ്റ്റ് ഷോയിങ് യു ദാറ്റ് വൺ ദ കാറ്റഗറി വാട്ട് ദേ ആർ ഹാവിങ് ഹിയർ. സോ നിങ്ങൾക്കൊരു അറ്റ്ലീസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ ആപ്സ് യു ക്യാൻ സീ ദാറ്റ് വാട്ട് ആർ ദ ആപ്സ് ഇൻ യുവർ വെബ്സൈറ്റിനകത്ത് എന്തെന്ത് ആപ്സ് ഉണ്ട് അതെല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. So now let's click on the dashboard, and you can see this is the dashboard, and ഡാഷ്ബോർഡിനകത്ത് നമുക്ക് എല്ലാ സെക്ഷൻ നമ്മൾ പർച്ചേസ് ചെയ്ത കംപ്ലീറ്റ് സെക്ഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. സോ നമ്മുടെ ഹോസ്റ്റിംഗ്, നമ്മുടെ ഡൊമൈൻ, നമ്മുടെ SSL, all those section will be there. And when you click on the drop down session, and you will see that all the full screen over there. So SSL all complete section നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. And when you do the drop down section, when you click on the drop down you can see that all those section. So നമുക്ക് എന്താണ് ആക്റ്റീവ് ആയിട്ട് കിടക്കുന്നത്, you can see that. So stellar and web hosting we have like purchase ചെയ്തതാണ്, അതേപോലെ തന്നെ അവർ പോസിറ്റീവ് SSL നമുക്ക് പർച്ചേസ് ചെയ്തതാണ്, നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്, ഫ്രീ SSLൻ്റെ കൂടെ തന്നെ കിട്ടിയതാണ്. സോ ഇത്ര സെക്ഷൻസാണ് നമ്മൾ ബേസിക്കലി ഇതിൻ്റെ കൂടെ വരുന്നത്. സോ ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്റ്റേജിനകത്ത് നമുക്ക് ഇവിടെ cPanel-നകത്തെല്ലാം കയറാം, നമുക്ക് ആ സെക്ഷൻസ് എല്ലാം നോക്കാൻ പറ്റും. സോ അഗെയിൻ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഡാഷ്ബോർഡ്, ക്ലിക്ക് ഓൺ ദ ഡൊമൈൻ ആൻഡ് വെരിഫൈ കോൺടാക്ട്സ്. സോ ഡൊമൈൻ നമുക്ക് ഒരു മേക്ക് ഷുവർ ചെയ്യണം, നമ്മളെപ്പോഴും ഡൊമൈൻ പർച്ചേസ് ചെയ്താൽ അതൊന്ന് വെരിഫൈ ചെയ്യണം. സോ ക്ലിക്ക് ഓൺ ദ വെരിഫൈ, ഒരു മെയിൽ വരും ടു വെരിഫൈ ദാറ്റ് നിങ്ങൾ തന്നെയാണ് ഇതിൻ്റെ ഓണറിന് പറഞ്ഞിട്ട്. സോ മേക്ക് ഷുവർ ദാറ്റ് യു ഓൾവേസ് വെരിഫൈ ദിസ്. സോ ക്ലിക്ക് ഓൺ ദ വെരിഫിക്കേഷൻ ആൻഡ് ജസ്റ്റ് ഇതെന്തായാലും മറക്കരുത്, ലൈക്ക് ഓർ എൽസ് ദാറ്റ് മേ ബി ചാൻസസ് ദാറ്റ് യുവർ വെബ്സൈറ്റ് വിൽ ബി ലൈക്ക് ഡൊമൈൻ വിൽ ബി ഗോ അവേ. സോ നിങ്ങളെപ്പോഴും ഇത് വെരിഫൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. സോ വെരിഫൈ ചെയ്യാതെ സെക്കൻഡ് സ്റ്റേജിനകത്തോട്ട് പോകണ്ട. പിന്നെ ദാറ്റ് ദ സെയിം തിങ് വേറെ ഇറ്റ്സ് ലുക്ക് ഫൈൻ, എവറിത്തിങ് ഇസ് ലുക്സ് ഗുഡ്. ഇപ്പം ഹോസ്റ്റ് ഗാർഡ്, പിന്നെ ഇവിടെയാണ് പ്രീമിയം DNS, ഓൾ ദോ സെക്ഷൻ യു വിൽ ബി ഗെറ്റിംഗ്. ആൻഡ് ഇപ്പോൾ നിങ്ങൾക്കത് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം, ബട്ട് ഇറ്റ്സ് നോട്ട് നെസസറി ഫോർ ദ ബിഗിനേഴ്സ്. ഓക്കെ, സോ ഇനിയിപ്പോൾ നമുക്ക് ഡാഷ്ബോർഡിനകത്ത് പോവാം. നമുക്ക് cPanels എല്ലാം ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. സോ വെൻ യു കം ഹിയർ യു ക്യാൻ സീ ദാറ്റ് നമുക്കിവിടെ വെരിഫൈ കോൺടാക്ട്സ് നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞ്. ഇതിപ്പോൾ നമ്മുടെ ഡൊമൈൻ മാനേജ് ചെയ്യുന്ന സെക്ഷൻസ് ആണ്. സോ യു ക്യാൻ ഓൾവേസ് മാനേജ് ഡൊമൈൻസ്, ആൻഡ് ഹിയർ വി ക്യാൻ മാനേജ് ദ cPanels. സോ ഇത് cPanel നമുക്ക് മാനേജ് ചെയ്യാം. cPanel-നകത്താണ് നമ്മൾ ഓവറോൾ ഫുൾ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഓപ്പൺ ദ cPanel മാനേജ് സെക്ഷൻ ആൻഡ് സീ ദാറ്റ് ഇതിപ്പോൾ നമ്മുടെ സ്പേസ് എല്ലാം കാര്യങ്ങളാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത്. സോ ഫ്രം ഹിയർ യു ക്യാൻ ജസ്റ്റ് ലൈക്ക് എന്ത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, ഇത് cPanelsൻ്റെ ഷോർട്ട് കട്ട്സ് ആണ്. സോ യു ക്യാൻ യൂസ് ദ ഷോർട്ട് കട്ട്സ് ടു ഡു. ലൈക്ക് ഇപ്പോൾ എനിക്ക് WordPress ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഐ ക്യാൻ ക്ലിക്ക് ഹിയർ ഡയറക്റ്റ്ലി ആൻഡ് ഇൻസ്റ്റാൾ ദ WordPress. സോ നമ്മുടെ അതർ വീഡിയോസിനകത്ത് വി ഹാവ് ഷോൺ യു ലൈക്ക് ഹൗ ടു ഇൻസ്റ്റാൾ WordPress ഫ്രം cPanel. സോ ദാറ്റ്സ് എ വെരി ഈസി ടാസ്ക്. സോ ഇവിടെ ബാക്കിയെല്ലാം ഉള്ള ആപ്സും ഫെസിലിറ്റീസ് എല്ലാം യു വിൽ ബി ഏബിൾ ടു സീ ഹിയർ ഇറ്റ് സെൽഫ്. So that's the one stop solution for you. നമുക്കിവിടെ ഇപ്പം WordPress-നകത്തോട്ട് ക്ലിക്ക് ചെയ്യാം. സോ നൗ യു ക്യാൻ സീ ദാറ്റ് ഈസിലി നിങ്ങൾക്ക് ഇവിടെ നിന്ന് എന്താ ചെയ്യാൻ പറ്റുന്ന WordPress-നെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതാണ്. സോ ദാറ്റ് ഈസ് ദ ലൈക്ക് എന്താ പറയുന്ന WordPress സെക്ഷനാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. So here you can install the WordPress and you can
take that WordPress and start your website. സോ ഹോപ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. വീഡിയോനകത്ത് ബേസിക്കലി നമ്മൾ ഒരു നെയിം ചീപ്പിൻ്റെ ഡൊമൈൻ എങ്ങനെ വാങ്ങിയിട്ട് ബാക്കി സെറ്റപ്സ് എങ്ങനെ ചെയ്യുന്നത്. സോ സീ യു ഗൈസ് ഇൻ എനി അതർ വീഡിയോസ് ആൻഡ് ഇഫ് യു ഹാവ് എനി സ്പെസിഫിക് ക്വസ്റ്റ്യൻ യു ക്യാൻ ലെറ്റ് മീ നോ. ആൻഡ് നമുക്കിത് ഡയറക്റ്റ് സി പാനലിനകത്തോട്ട് പോകാൻ പറ്റും. സോ ദിസ് ഇസ് ദ സി പാനൽ ബാക്ക്ഗ്രൗണ്ട്. ജസ്റ്റ് wanted to forget to show you, so let's show you that. And from here you can do all the activity whatever you want. So hope you like this video. If you have any comment, please make sure you leave it in comment section. See you guys in another video. Till then, bye bye, take care.